നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കോൺകേവിറ്റി ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെഫിനിഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. ഡെഫിനിഷൻ: ഒരു ഗ്രാഫ് എപ്പോഴാണ് കോൺകേവ് അപ്പ് ആവുകയെന്നും അതുമാതിരി തന്നെ ഒരു ഗ്രാഫ് എപ്പോഴാണ് കോൺകേവ് ഡൗൺ ആവുക എന്നാണ് പറയുന്നത്. ദ ഗ്രാഫ് ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ y is equal to f of x is concave up on an interval where y dash is increasing. ഓക്കെ, അതായത് ഒരു ഗ്രാഫ് ഒരു y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അത് കോൺകേവ് അപ്പ് ഓൺ എൻ ഇൻ്റർവെൽ, ഒരു ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്? വെർ വൈ ഡാഷ് ഈസ് ഇൻക്രീസിങ്. അതായത് നമുക്ക് y is equal to f of x തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക. y ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്കതെന്തായിരിക്കും? കോൺകേവ് അപ്പ് ആണെന്ന് പറയാൻ പറ്റും. കോൺകേവ് ഡൗൺ ആണെന്ന് എപ്പോഴാണ് പറയാൻ നോക്കിയാൽ y ഡാഷ് ഈസ് ഡിക്രീസ്. y ഡാഷ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോൺകേവ് ഡൗൺ ആവുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ y is equal to കോൺസിക്വൻ്റ്ലി ഇഫ് y is equal to f of x ഹാസ് എ സെക്കൻഡ് ഡെറിവേറ്റീവ്, നമ്മളതിനൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വൈ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴാണ് ഇൻക്രീസിങ്, എപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ അല്ലേ വൈ ഡാഷ് ഇൻക്രീസിങ് ആകുമ്പോൾ, നെക്സ്റ്റ് പറഞ്ഞു വൈ ഡാഷ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആകുമ്പോൾ. അപ്പോൾ എപ്പോഴാണ് വൈ ഡാഷ് ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈ ഡാഷ് കണ്ടുപിടിക്കുക. അതായത് ഗിവൺ ഫംഗ്ഷൻ വൈ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ അടുത്തത് എന്ത് ചെയ്യുക? വൈ ഡാഷ് കണ്ടുപിടിക്കുക. ദെൻ വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. വൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റും അല്ലേ. അതുമാതിരി വൈ ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ ഡാഷ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വൈ ഡാഷ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കിയിട്ടാണ്. വൈ ഡാഷ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഇൻക്രീസിങ് ആയിരിക്കും. വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതെന്തായിട്ട് പറയും? ഡിക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. കോൺകേവിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടെസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിച്ചു വയ്ക്കാം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്? കോൺകേവിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. കോൺകേവിറ്റീവ് എന്ന് പറയുമ്പോൾ എയ്തർ കോൺകേവ് അപ്പ് ഓർ കോൺകേവ് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ലെറ്റ് എന്താ ടെസ്റ്റ് പറയുന്നത് നോക്കാം. ലെറ്റ് y is equal to f of x be a twice differentiable function defined on an interval I and x not belongs to I എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ y is equal to f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിനൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ടിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയും അല്ലേ. ഫംഗ്ഷൻ കോൺകേവ് അപ്വേർഡ് ആയിരിക്കും അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയും. അതേസമയം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് കോൺകേവ് ഡൗൺവേർഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് അതെന്തായിരിക്കും? കോൺകേവ് ഡൗൺവേർഡ് ആയിട്ട് മാറും എന്ന് പറഞ്ഞ്. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് ദാറ്റ് പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ദ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അത് ഇൻകൺക്ലൂസീവ് ആയിട്ട് മാറും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മേ ബി എയ്തർ കോൺകേവ് അപ്പ് അറ്റ് എക്സ് നോട്ട് ഓർ കോൺകേവ് ഡൗൺവേർഡ് അറ്റ് എക്സ് നോട്ട് ഓർ നെയ്തർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവുന്നേ ഉള്ളൂ. അതായത് നമുക്ക് പറയാൻ പറ്റില്ല ആ ഗ്രാഫ് കോൺകേവ് ഡൗൺ ആണോ കോൺകേവ് അപ്പ് ആണോ അല്ലെങ്കിൽ അതൊന്നും ആവാതെ വരുന്നുള്ള സിറ്റുവേഷൻ ആണോ എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതായത് എക്സ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺകേവ് അപ്പ് അല്ല കോൺകേവ് ഡൗൺ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ബിഹേവിയർ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും മാറും? കോൺകേവ് അപ്പായിരിക്കാം, അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും വരാത്ത സിറ്റുവേഷൻസൊക്കെ വരാം. അതായിരുന്നു നമ്മുടെ ആ ഒരു ലാസ്റ്റ് കേസ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് പഠിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺകേറ്റിവിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 4x³ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആവുമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ, അതായത് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആണോ നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്, അതേമാതിരി തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, അതേമാതിരി തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, നമ്മളോട് കോൺകേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്ന് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺകേവിറ്റി കാണേണ്ട പ്രോബ്ലംസിലൊക്കെ എല്ലാവരും എന്ത് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ അല്ലേ, 4x³ എന്നാണ് തന്നിട്ടുള്ളത്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 12x² എന്ന് കിട്ടി. അതിനെ ഞാൻ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ്, ഇവിടെ എഫ് ഡബിൾ ഡാഷ് ആണ്, ഇവിടെ എഫ് ഡാഷ് ആണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 24x എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അറ്റ് ദ പോയിൻറ്റ് 1ൽ -1, അറ്റ് ദ പോയിൻറ്റ് -1ൽ, അതുമാതിരി തന്നെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്താണ്, കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നൊക്കെയാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാം, ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇതായിരുന്നു, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ച് നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, എക്സിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി, -24 എന്ന് കിട്ടി. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 അല്ലേ, ഇപ്പോൾ എന്ത് ചെയ്യുക, എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 24 എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മളുടെ റിസൾട്ട് പ്രകാരം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം നമ്മൾ നോക്കുക. ഇവിടെ നോക്കുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 എന്ന് പറയുന്നത് എന്താണ്, -24 ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, വിച്ച് ഇസ് ലെസ് ദാൻ 0, 0-നേക്കാളുള്ള നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലേ, വിച്ച് ഇസ് ലെസ് ദാൻ 0 ആണ്. അതുമാതിരി തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു 24, അത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. അപ്പോൾ കോൺകേവ് ഡൗൺവേർഡ് അറ്റ് എവിടെയായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു -1. എന്തുകൊണ്ടാണ് കോൺകേവ് ഡൗൺവേർഡ് ആയി, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ അത് നെഗറ്റീവാണ് കിട്ടിയത്, അതായത് ലെസ് ദാൻ 0 ആയിട്ടുണ്ടായിരുന്നത്. ഇനി അതേമാതിരി എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, ഫംഗ്ഷന് കോൺകേവ് അപ്വേർഡാണ്. എന്തുകൊണ്ടാണ് കോൺകേവ് അപ്വേർഡ് ആയത്, എഫ് ഡബിൾ ഡാഷോ 1 എന്ന് പറയുമ്പോൾ നമുക്കത് 24 ആണ് കിട്ടിയത്. 24 എന്ന് പറയുന്നത് എന്തായിരുന്നു, പോസിറ്റീവായിട്ടാണ് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കിക്കുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്നാൽ പെട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻകൺക്ലൂസീവ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് അറിയാം, ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓഫ് f is 0 and hence the test is inconclusive. നമുക്ക് എഫ് ഡബിൾ ഡാഷ് 0ൽ നമുക്ക് എന്ന് പറയുന്നത് ഇൻകൺക്ലൂസീവ് ആണ്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുമോ, ഇല്ല. നമുക്കവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ കോൺകേവ് അപ്വേർഡ് ആണോ അല്ലെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് അല്ല എഫ് ഡാഷ് ഓഫ് 0 നോക്കാം. എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ലൈൻ ടാൻജൻറ്റ് ടു ദ ഗ്രാഫ് ഓഫ് എഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈസ് ദ എക്സ് ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, ഈസ് ഈക്വൽ ടു 0. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏതാണ്, ഏത് ലൈനാണ് വരിക, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ് വരിക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ 0 ഫോർ എക്സ് ലെസ് ദാൻ 0, എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഗിവൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, അതായത് എക്സ് താഴെ 0നേക്കാളും ചെറുതാവുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0യും മറ്റേ പോയിന്റിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാനും ആയതുകൊണ്ട് നമുക്കെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ലൈനിനെ നമ്മുടെ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രോസ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അതായത് നമുക്ക് ഇതിങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതായിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു 0 എങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു പോർഷനിൽ നെഗറ്റീവും ഒരു പോർഷനിൽ പോസിറ്റീവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെ എന്ത് ചെയ്യേ പറ്റുള്ളൂ, ക്രോസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഹെൻസ് ദ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈസ് നെയ്തർ എബോ ഓർ
ഹെൻസ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് നെയ്തർ എബോവ് നോർ ബിലോ ദ ടാൻജൻ ലൈൻ നിയർ ടു 0. സോ എഫ് ഈസ് നെയ്തർ കോൺകേവ് ഡൗൺ ഓർ കോൺകേവ് അപ്പ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്തല്ല, കോൺകേവ് ഡൗണോ അല്ലെങ്കിൽ കോൺകേവ് അപ്പ് ആണോ എന്ന് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റില്ല. അതായത് കോൺകേവ് അപ്പും ആവണില്ല, കോൺകേവ് ഡൗണും ആവില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പറ്റുന്ന പോയിൻ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി, ദ ഗിവൺ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പും അല്ല കോൺകേവ് ഡൗണും അല്ല എന്ന് പറയുന്നതാണ്. സിമിലർലി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ കർവ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കോൺകേവ് അപ്പ് ഓൺ ദ എൻറ്റയർ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്മുടെ എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് ഓൾവേസ് കോൺകേവ് അപ്പ് ആണെന്നാണ് ഷോ ചെയ്ത് കാണിക്കുന്നത്. സോ നമ്മൾ ഗിവൺ കർവ് നമുക്ക് എന്താണ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, y ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 2x എന്ന് കിട്ടും. y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും 2 എന്ന് വരും. 2 എന്ന് പറയുന്നത് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ. y ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വിച്ച് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ആൾ വാല്യൂസ് ഓഫ് എക്സ്. ഏത് വാല്യൂസ് എക്സ് എടുത്തു കഴിഞ്ഞാലും y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇപ്പോൾ കോൺകേവിറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, y ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഈസ് കോൺകേവ് അപ്പ് ഓൺ ദ എൻറ്റയർ എക്സ് ആക്സിസ്. എൻറ്റയർ എക്സ് ആക്സിസിൽ കോൺകേവ് അപ്പം ആയിരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫാണ്, ഒന്ന് നോക്കി വെച്ചാൽ മതി. ഗ്രാഫ് എങ്ങനെയാണെന്നൊന്ന് നോക്കി വയ്ക്കും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പ്രോബ്ലം ഷോ ദാറ്റ് ദ കർവ് y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഈസ് കോൺകേവ് ഡൗൺ ഓവർ ദ ഇൻ്റർവൽ 0 to π എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 0 π എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗിവൺ കർവ് y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയുന്നത് അല്ലേ. 0 to πൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് എക്സ് കിടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, y ഡാഷ് കണ്ടുപിടിക്കുക. y ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, കോസ് എക്സ് എന്ന് കിട്ടി. ആൻഡ് y ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, മൈനസ് സൈൻ എക്സ് എന്ന് പറയും. അതായത് y ഡാഷിനെ വീണ്ടും ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി അല്ലേ നമുക്ക്. ഇനി ഇവിടെ നോക്കാം, നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എവിടെയൊക്കെയാണ് കിടക്കുന്നത്, 0ൻ്റെയും പൈൻ്റെയും ഇടയിലാണ് എന്ന് പറയുന്നത്. സോ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0 to π, 0ൻ്റെയും പൈൻ്റെയും ഇടയിലുള്ള ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും y ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിട്ട് വരും, ലെസ് ദാൻ 0 ആയിട്ട് വരും. ഒരു മൈനസ് ടേം എന്ന് പറയുന്നത് അത് ലെസ് ദാൻ 0 ആയിട്ട് നമുക്ക് വരും എന്ന് പറയുന്നത്. ഹെൻസ് ഫ്രം ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി, അതായത് y ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം എന്താ പറയാൻ പറ്റും, y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ഓവർ ദ ഇൻ്റർവൽ 0 to π എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, കോൺകേവ് ഡൗൺ ആയിട്ട് മാറും എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നതും ഇങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഓൺ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്വേർഡ് ആൻഡ് ഓൺ വിച്ച് കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് കോൺകേവ് അപ്പ് ആവുന്നത്, ഏത് ഇൻ്റർവെല്ലിലാണ് കോൺകേവ് ഡൗൺവേർഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മളോട് പറയണത്. അപ്പോൾ നമ്മൾ ഗിവൺ ഫംഗ്ഷൻ എടുത്തത്, ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 4x² മൈനസ് 8x പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്, നമുക്കറിയുന്ന കാര്യങ്ങളുമാണ്. എന്താ നമുക്കറിയുന്ന കാര്യം, പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. ആൾവേസ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ടോയ്സ് ഡിഫറൻഷ്യബിൾ ആവും. സോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കുക, അതെന്ന് പറയുന്നത് 6x + 8 എന്ന് പറയാം. ഡയറക്റ്റ്ലി ഇതിങ്ങനെ എഴുതി വെക്കരുത്, നിങ്ങൾ ഫസ്റ്റത്തെ 2 ചാപ്റ്ററിൽ നമ്മളെങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേ പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് കിട്ടിയിരിക്കുന്നത് എന്താണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x + 8 എന്ന് പറയുന്നത്. ഈ 6x + 8 എന്ന് പറയുന്നത് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുക, അതേമാതിരി തന്നെ എപ്പോഴാണ് ലെസ് ദാൻ 0 ആവുക എന്ന് നോക്കുക. എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആവുന്ന പോർഷനിൽ നമുക്ക് കോൺകേവ് അപ്വേർഡ് എന്നും, ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത്, 6x + 8 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് നോക്കണം അല്ലേ. ഇതിൽ രണ്ടിലും നമുക്ക് എന്തുണ്ട്, ഒരു 2 കോമൺ ആണ്. സോ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും, അതായത് 6xനെ ഞങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 × 3x എന്നും
പ്ലസ് 8നെ എനിക്ക് 2 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടിലും 2 കോമൺ ആണ്. സോ ആ 2നെ പുറത്തേക്ക് എടുത്ത 2 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും 3x + 4 എന്ന് പറയുന്നത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണം എന്ന് പറയും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക 6x + 8 ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് ദാറ്റ് 2 ഇൻറ്റു 3x + 4 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമുക്കിവിടെ അറിയുന്ന കാര്യമാണ് 2 എന്തായാലും 0നേക്കാളും വലിയ നമ്പർ അല്ലേ. അപ്പോൾ ഇനി ഏത് പോസിബിലിറ്റിയേ പാടുള്ളൂ നമുക്ക് 3x + 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന പോസിബിലിറ്റിയാണ് അടുത്തതുള്ളത്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. therefore അതായത് 3x + 4 ഗ്രേറ്റർ ദാൻ 0. 3x + 4 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക, ഇതിൽ നിന്ന് x = എന്താണെന്ന് പറയുക 3x ഗ്രേറ്റർ ദാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും -4 എന്ന് പറയാൻ പറ്റും. x ഗ്രേറ്റർ ദാൻ -4/3 അതായത് ഈ 3നെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും x ഗ്രേറ്റർ ദാൻ 4/3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടി f′(x ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എപ്പോഴായിരിക്കും, അതായത് x ഗ്രേറ്റർ ദാൻ -4 ആകുമ്പോൾ. ഇനി ഇതേമാതിരി തന്നെ f′(x എന്ന് പറയുന്നത് <0, അതായത് 6x + 8 വിച്ച് ഈസ് <0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്താ പറയാൻ പറ്റുക 2 ഇൻറ്റു അതായത് 3x + 4 എന്ന് പറയുന്നത് <0. ഇവിടെ 2 എന്തായാലും <0 ആവാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത പോസിബിലിറ്റി, കാരണം എന്താ 2 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാമല്ലേ. ഇനി അടുത്ത പോസിബിലിറ്റി ഇവിടെ എന്തേ ഉള്ളൂ 3x + 4 എന്ന് പറയുന്നത് <0 എന്ന് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം 3x വിച്ച് ഈസ് -4. സോ x -4/3 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതാ പറഞ്ഞത് വെൻ x -4/3 x എന്ന് പറയുന്നത് x -4/3 ആകുമ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. സോ ഹെൻസ് ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി പ്രകാരം എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് വെൻ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -4/3. എന്തുകൊണ്ടാണ് എക്സ് ഗ്രേറ്റർ ദാൻ -4/3 ആവുന്ന സമയത്താണ് f′(x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നത്. അതുകൊണ്ട് ആ പോർഷനിൽ എന്തായിട്ട് മാറും കോൺകേവ് അപ്വേർഡ് ആയിട്ട് മാറും. ഇനി കോൺകേവ് ഡൗൺവേർഡ് ആവുമ്പോൾ എപ്പോഴാണ് x -4/3 ആവുന്ന സമയത്താണ് f′(x എന്ന് പറയുന്നത് <0 ആവുന്നത്. സോ x -4/3 ആകുമ്പോഴാണ് കോൺകേവ് ഡൗൺ ആവുന്നത് എന്ന് പറയും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുക -4/3 to ഇൻഫിനിറ്റി എന്ന് പറയും. അതായത് നമ്മളൊരു റിയൽ ലൈൻ വരച്ച് ഇവിടെ -4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് x ഗ്രേറ്റർ ദാൻ -4/3 ഇവിടെ അല്ലേ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പാണെന്നും ഇവിടുന്ന് ഇങ്ങോട്ട് -∞ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, അതായത് x <4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കേസ്. സോ ആ കേസിൽ എന്ന് പറയുന്നത് -4/3 ഇൻഫിനിറ്റി ആവുന്ന കേസിൽ നമുക്ക് എന്തായിട്ട് വരും കോൺകേവ് ഡൗൺവേർഡ് ആയിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞത് therefore f is concave up on the interval -4/3, ഇൻഫിനിറ്റി ആൻഡ് കോൺകേവ് ഡൗൺവേർഡ് ഓൺ -∞, -4/3 എന്ന് പറയുന്ന ഈ രണ്ട് ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പും അതുമാതിരി തന്നെ എന്തായിട്ട് മാറാം കോൺകേവ് ഡൗൺ ആയിട്ട് മാറാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ് എന്താണ് പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ്. അപ്പോൾ എ പോയിൻ്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ has a tangent line and where the concavity changes is called the point of inflection. ഇപ്പോൾ എന്താ പറഞ്ഞത്, എന്താണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. എ പോയിൻ്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഹാസ് എ ടാൻജൻറ്റ് ലൈൻ ആൻഡ് വേർ ദ കോൺകേവിറ്റിവിറ്റി ചേഞ്ചസ് ഈസ് കാൾഡ് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അതാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ പറയുന്നത്. അതായത് ഒരു ടാൻജൻറ്റ് ലൈനും അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം കോൺകേവിറ്റിവിറ്റി ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതായത് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് അപ്പ് ആവുക പിന്നെ കോൺകേവ് ഡൗൺവേർഡ് ആവുകയും ചെയ്യുന്ന കേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് പറയുകയാണ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫോളോയിങ് ഫംഗ്ഷൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് f(x = 3x⁴ -4x³ + 1 എന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ f'(x) കണ്ടുപിടിക്കുക, അതുമാതിരി തന്നെ f′(x) കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുക 36ലും 36x² - 24x ആണ്. അപ്പോൾ 36നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് 36നെ 12 × 3 പിന്നെ x² ഞാൻ x × x -24നെ ഞാൻ 12 ×
2 പിന്നെ അവിടെ എന്തുണ്ട് ഒരു എക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുക ഇതിലൊരു 12ഉം കോമൺ എക്സും എന്ന് പറയുന്നതും ഈ ടേമിലും ഒരു 12ഉം എക്സും കോമൺ ആണ്. സോ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 12x. ബാക്കി ഇനി ഇവിടെ എന്താ ഉള്ളത് 3 × x പറഞ്ഞാൽ 3x. പിന്നത്തെ സിമ്പിൾ എന്താണ് മൈനസ്. ഇവിടെ ബാക്കിയുള്ളത് ഏതാണ് 2 അല്ലേ. അതാണ് 12x × 3x - 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതായത് f′′ ഈക്വൽ ടു 0 ആവുന്ന കേസ് ഏതൊക്കെ പോയിന്റിലാണ് f′′ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് നോക്കാം. f′′ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക 12x × 3x - 2 എന്ന് പറയുന്നത് is equal to 0, which implies that നമുക്ക് എന്ത് പറയാൻ പറ്റും 12x equal to 0 or 3x - 2 എന്ന് പറയുന്നത് is equal to 0. 12x is equal to 0 implies that നമുക്ക് എന്ത് പറയാൻ പറ്റും x is equal to 0. പിന്നെ അടുത്തത് 3x - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും 3x is equal to 2. സോ x is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും 2/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോയിന്റിലാണ് x is equal to 0 എന്ന് പറയുന്ന പോയിന്റിലും അതുമാതിരി തന്നെ x is equal to 2/3 ആവുന്ന പോയിന്റ്സിലുമാണ് നമുക്ക് എന്താ പറയുക f′′ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവുന്ന കേസ്. ഇനി നമ്മൾ നോക്കുകയാണ് x <0 ആവുന്ന സമയത്ത് f′′ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടിയത് x0 എന്ന് പറയും. ഇപ്പോൾ നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് 0 പിന്നെ ഇതാണ് 2/3 എന്ന്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇൻ്റർവെൽ ഇതാണ് x <0 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിലാണ് നമ്മൾ പറയുന്നത് 0 x 2/3 എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ x > 2/3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻ്റർവെല്ലിലും f′′ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ x <0 അതായത് x <0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. x <0 ആകുമ്പോൾ സമയത്ത് x 0-നേക്കാളും ചെറുതാകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ്, ആ നെഗറ്റീവ് നമ്പേഴ്സിൽ ഏതെങ്കിലും x-ന് -1 x-ന് -2 എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുകയായിരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതെന്ന് പറയുന്നത് > 0 ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതേമാതിരി തന്നെ എക്സ് എന്ന് പറയുന്നത് ഈ രണ്ട്, അതായത് 0-ൻ്റെയും 2/3 ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് <0 ആവും. എക്സ് > 2/3 ആവുന്ന സമയത്ത് ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും <0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക f′′ <0 ആവുന്ന സമയത്ത്, അതായത് x is equal to 0 ആവുന്ന സമയത്ത് x is equal to 0 ആവുന്ന സമയത്ത് ഇങ്ങനെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നോക്ക് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇത് 0 2/3 എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ്റെ എന്ന് പറയുന്നത് എന്താണ്, അതായത് <0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് വരും പോസിറ്റീവായിട്ട് മാറും അല്ലേ. ഇവിടെ നമുക്ക് എന്താണ് ഈ ഇൻ്റർവെല്ലിൽ 0-ൻ്റെയും 2/3 ഇടയ്ക്ക് ഇതെന്താ <0 എന്നല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ f′′ കേട്ടോ, f′ ഇവിടെ എന്താണ് നെഗറ്റീവ്, ഇൻ്റർവെല്ലിൽ പോസിറ്റീവ്, ഈ ഇൻ്റർവെല്ലിൽ എന്താ വരുന്നത് നെഗറ്റീവായിട്ട് മാറും. പിന്നെ വീണ്ടും f′′ ഈ ഇൻ്റർവെല്ലിൽ എന്താ <0. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 0-ൻ്റെ തൊട്ട് മുന്നേ നോക്കുക, 0-ൻ്റെ തൊട്ട് മുന്നേ f′ൻ്റെ ബിഹേവിയർ എന്താണ് പോസിറ്റീവ്, 0-ൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ അത് എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് മാറും അല്ലേ, നെഗറ്റീവായിട്ട് മാറും. അതേമാതിരി തന്നെ 2/3 ബാക്കിൽ എന്താണ് നെഗറ്റീവും ഇവിടെ എന്താണ് വരുന്നത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ തന്നെ എഴുതിയിട്ടുള്ളത്. ദെയർഫോർ അറ്റ് x is equal to 0 അല്ലെ f′ ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കോൺസിക്വൻ്റ്ലി ദ കോൺഗേറ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം അപ്പ് ടു ഡൗൺ എന്ന് പറയുന്നത് അല്ലേ. f′′ പോസിറ്റീവ് ആണ് പറയുമ്പോൾ കോൺഗേവ് അപ്പ് ആണെന്ന്, അതുമാതിരി f′′ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കോൺഗേവ് ഡൗൺ ആണ്. അപ്പോൾ അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗേവ് അപ്പിൽ നിന്ന് കോൺഗേവ് ഡൗണിലോട്ട് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് x is equal to 0 നമുക്ക് എന്തുണ്ട് ഹാസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട് എന്ന് പറയും. എന്താ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താ പറയുന്നത്, അതായത് അതിൻ്റെ കോൺഗേവിറ്റി ചേഞ്ച് ചെയ്യുക. കോൺഗേവിറ്റി ചേഞ്ച് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗേവ് അപ്പിൽ നിന്ന് കോൺഗേവ് ഡൗണിലേക്കോ അല്ലെങ്കിൽ കോൺഗേവ് ഡൗണിൽ നിന്ന് കോൺഗേവ് അപ്പിലോട്ടോ മാറിപ്പോകുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മളങ്ങനെ പറയുന്ന കാര്യങ്ങൾ. ഇനി അറ്റ് x is equal to 2/3 ആകുമ്പോൾ നമ്മൾ f′ൻ്റെ സൈൻ എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഞാൻ ആ നേരത്തെ ചിത്രം വരച്ച് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇവിടെ നിന്നാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. f′ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കോൺഗേവിറ്റി എവിടേക്ക് ചെയ്യുന്നത് കോൺഗേവ് ഡൗണിൽ നിന്ന് കോൺഗേവ് അപ്പിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് എന്താണ് ഫംഗ്ഷൻ കോൺഗേവ് ഡൗണിൽ നിന്ന് കോൺഗേവ് അപ്പിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ പറയുക കോൺഗേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെയർഫോർ x is equal to 2/3 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും എഫിൻ്റെ ഒരു ഇൻഫ്ലക്ഷൻ
പോയിൻ്റ് ആയിരിക്കും. മനസ്സിലായോ? n6 = 2/3 എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ ഹാസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതിനൊരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമുക്കവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് f(x) = x² + 1/x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ്റെ കോൺഗേവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡിഫറൻഷ്യബിൾ ആണ് ഫോർ ഓൾ, അതായത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. എവിടെ മാത്രമേ ഡിഫറൻഷ്യബിൾ അല്ലാത്തുള്ളൂ? 1/x എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത് x² + 1/x. അപ്പോൾ എക്സ് 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1/0, 1നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് എന്ന് പറയുന്നത് 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. സോ ആ ഒരു പോയിന്റിൽ മാത്രമാണ് എന്തില്ല ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ലാതെ ഇരിക്കുന്നത്. ഇനി നമ്മൾ f'(x) കണ്ടുപിടിക്കുക. f' കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2x - 1/x² എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, f'' ഇതിനെ വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, 2 + 2/x³ എന്ന് കിട്ടും. ഇനി 2 + 2/x³ നമ്മളൊന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും, 2 × x³ പറയുമ്പോൾ 2x³ + 2 (x³ എന്ന് എഴുതാൻ പറ്റും. രണ്ടിലൊരു 2 കോമൺ ആണ്. അപ്പോൾ അതിന് 2ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 × x³ + 1 (x³ എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. വെൻ x ≠ = 0, x ≠ 0 ആകുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ x = 0 നമുക്ക് എന്താണ്, അതായത് f'(x) എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ഇവിടെ x 0 ആയിക്കഴിഞ്ഞാൽ 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇനി എന്താ പറയുക, പിന്നെ f'(x) > 0 വെൻ x > 0. എക്സ് എന്ന് പറയുന്നത് 0-നേക്കാളും വലുതാവുന്ന സമയത്ത് ഈ വോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് > 0 ആയിരിക്കും. അതുമാതിരി തന്നെ x <0 ആവുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, f'(x) എന്ന് പറയുന്നത് അതും പോസിറ്റീവായിട്ടാണ് നമുക്ക് x <0 ആവുന്ന കേസിലും x <0 ആവുന്ന കേസിലും നമുക്ക് എന്താണ് f'(x) എന്ന് പറയുന്നത് എന്താ പറയുക, പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ ആൾവേസ് f'(x) x <0 ആകുമ്പോൾ, അതായത് x0 എന്ന് പറയുന്ന പോയിൻ്റ് എടുത്ത് 0ൻ്റെ ഇവിടെ വരുന്ന സമയത്തും ഫംഗ്ഷൻ എന്താണ്, പോസിറ്റീവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തും f'(x) എന്താണ്, പോസിറ്റീവാണ്. അപ്പം നമുക്കൊരു സൈൻ ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പോൾ അതായത് സൈൻ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോൺകേവ് അപ്പിൽ നിന്ന് കോൺകേവ് ഡൗണിലോട്ടോ അല്ലെങ്കിൽ കോൺകേവ് ഡൗണിൽ നിന്ന് കോൺകേവ് അപ്പിലോട്ടോ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കേസ് വരാത്തത് കൊണ്ട് നമുക്ക് അറ്റ് x = 0 എന്ന് പറയുന്നത് എന്തല്ല, ഈസ് നോട്ട് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതെന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണെന്ന് നമുക്ക്, അതൊരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ല. പിന്നെ f'(x) = 0 കൊടുക്കുക. f'(x) = 0 കൊടുക്കാനായിട്ട് നമ്മൾ x പോയിൻ്റ് ഉണ്ട്. അപ്പോൾ f'(x) = 0 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്വാണ്ടിറ്റി = 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 × x³ + 1 (0), വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x³ + 1 (0) എന്ന് പറയുന്നത് x³ = -1. x³ -1 ആവുന്ന ഒരു x³ = -1 അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആകെ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ, x = -1 എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ പോയിൻ്റ് വെൻ x = -1. ഇനി -1ൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് കൂടി f'' കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ ട്രിപ്പിൾ ഡാഷിൽ ഫംഗ്ഷൻ നോട്ട് = 0 ആവുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പം f'' നമ്മളിവിടെ f'(x) കണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കോഷ്യൻ റൂൾ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ -6/x⁴ എന്ന് കിട്ടും. ദെൻ f'' കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് എന്താണ്, -6. അത് നോട്ട് = 0 ആണ്. ദെർഫോർ അറ്റ് x = ദ ഫംഗ്ഷൻ ഹാസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, x = നമുക്ക് അതിനെന്തുണ്ട്, ഒരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു.